നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അർജുൻ ഈ പേര് കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഓർമ്മ വരുന്നത് ഒരൊറ്റ മുഖമാണ്. വീണ്ടും ജീവനിലേക്ക് തിരിച്ചു കിട്ടണേ, ജീവനോടെ തിരിച്ചു കിട്ടണേ എന്ന് നമ്മൾ മലയാളികൾ ഒന്നടങ്കം പ്രാർത്ഥിച്ച ആ അർജുൻ എന്ന പേര് ഇപ്പോഴിതാ 1 വർഷം തികഞ്ഞിരിക്കുകയാണ്. ശിരൂരിലെ ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിൽ ജീവൻ നഷ്ടപ്പെട്ട അർജുന്റെ ഓർമ്മകൾക്ക് ഇന്ന് 1 വയസ്സാണ്. പ്രതീക്ഷയെല്ലാം മങ്ങിയതിന്റെ വേദനയിൽ ഇപ്പോഴും ആ അച്ഛൻ കണ്ണാടിക്കലിലെ വീട്ടിലുണ്ട്. തന്റെ അച്ഛൻ എവിടെ പോയി എന്ന് അറിയാതെ ദൂരെവിടെയോ തനിക്ക് കളിപ്പാട്ടവുമായി വരാനായി പോയിരിക്കുകയാണ് എന്ന് ആ കുഞ്ഞിനെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ അർജുന്റെ ഭാര്യയും സഹോദരങ്ങളും ഒന്ന് കഷ്ടപ്പെട്ടിരുന്നു. നമ്മൾ എല്ലാവരും അർജുൻ എന്ന പേര് കേൾക്കുമ്പോഴൊക്കെ തന്നെ ആ സംഭവം നമ്മൾ ഓർക്കും. മാത്രമല്ല, അർജുന് വേണ്ടി നിന്ന യഹോരാത്രം പ്രയത്നിച്ച അർജുന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ആ വണ്ടി മുതലാളിയും ഒക്കെ തന്നെ നമ്മൾ എങ്ങനെയാണ് മലയാളികൾ പെട്ടെന്ന് മറക്കുക? എന്തായാലും ശിരൂരിലെ ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിൽ ജീവൻ പൊലിഞ്ഞ അർജുന്റെ ഓർമ്മകൾക്ക് 1 വയസ്സ്. കഴിഞ്ഞ വർഷം ജൂലൈ 16-ന് കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കോഴിക്കോട് കണ്ണാടിക്കൽ മുലാട്ടുകുഴിയിൽ അർജുനെ കാണാതാവുകയായിരുന്നു. അന്ന് മുതൽ പിന്നെ അങ്ങോട്ട് നടന്നത് ഒരു കഠിന പ്രയത്നം തന്നെയാണ്. അന്ന് മുതൽ തന്നെ ആ ഇടിഞ്ഞ മൺകൂഞ്ഞയ്ക്കടിയിൽ അർജുൻ ഉണ്ടെന്നും അർജുന്റെ ഫോൺ ബെല്ല് റിങ് ചെയ്തു എന്നും അർജുൻ അതിനടിയിൽ തന്നെ ഉണ്ട് എന്നും ഒക്കെ തന്നെ വലിയ രീതിയിലൊക്കെ തന്നെ ആളുകൾ പറയുകയും അതുപോലെ തന്നെ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്ന രഞ്ജിത്ത് ഇസ്രായേൽ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നിരുന്നു. എന്നാൽ അവിടെയും ഇല്ല എന്ന് മനസ്സിലായതിന് പിന്നാലെയാണ് പുഴയിലേക്കുള്ള തെരച്ചിൽ നടത്തിയത്. രഞ്ജിത്ത് ഇസ്രായേലിനൊക്കെ തന്നെ രൂക്ഷമായ വിമർശനം ഈ ഒരു കാര്യത്തിൽ കേട്ടിരുന്നു. ആദ്യഘട്ടത്തിൽ രഞ്ജിത്ത് ഇസ്രായേലിനെ ദേവതുല്യമായി കണ്ട മലയാളികൾ എല്ലാവരും പൊടുന്നനെ ഒരു സുപ്രഭാതത്തിൽ രഞ്ജിത്ത് ഇസ്രായേലിനെ തള്ളിപ്പറയുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആർമി അടക്കമുള്ളവർ വന്നിരുന്നു. കർണാടകയിലെ ശിരൂരിൽ അവിടെ ഉണ്ടായിരുന്ന MP അടക്കമുള്ളവർ എന്നും ഒരു സഹോദരനെ പോലെ അർജുനെ കണ്ടിരുന്നു. അന്നോളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയെ പോലെ കണ്ടിരുന്നു. മാത്രമല്ല, അർജുന്റെ ലോറി ഉടമയും ഒക്കെ തന്നെ എല്ലാവരും മറക്കാൻ ഇടയില്ല എന്നുള്ളതാണ്. മലയാളികൾ ഒന്നടങ്കം ഉറക്കമില്ലാതെ കാത്തിരുന്ന 72 ദിവസങ്ങൾക്കൊടുവിൽ അർജുന്റെ ലോറിയും മൃതദേഹവും സെപ്റ്റംബർ 22-ന് വൈകിട്ടോടുകൂടി പുഴയിൽ നിന്ന് ലഭിച്ചു. അർജുൻ ജീവനോടെ തിരികെ വരുമെന്ന പ്രതീക്ഷകൾ അന്ന് അസ്തമിച്ചു. കഴിഞ്ഞ വർഷം ജൂലൈ 16-ന് ദേശീയപാതയോരത്ത് ലോറി നിർത്തിയിട്ട് ഉറങ്ങുകയായിരുന്ന ഡ്രൈവർ അർജുനും ലോറിയും അപ്രതീക്ഷിതമായി ഉണ്ടായ മണ്ണിടിച്ചിലിൽ ഗംഗാവലിപ്പുഴയിലേക്ക് പതിക്കുകയായിരുന്നു. മണ്ണിടിച്ചിലുണ്ടായ ആദ്യ ദിവസങ്ങളിലെല്ലാം ശിരൂർ കുന്നിലും മണ്ണിടിഞ്ഞു വീണ ദേശീയപാതയിലുമാണ് തെരച്ചിൽ നടത്തിയിരുന്നത്. അർജുനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് അമ്മയും ഭാര്യയും സഹോദരിയും അടക്കം കുടുംബം ഒന്നടങ്കം മുന്നോട്ട് വന്നു. 8-ാം ദിവസമാണ് തെരച്ചിൽ പുഴയിലേക്ക് കേന്ദ്രീകരിക്കുന്നത്. പലതവണ നിർത്തിവെച്ച തെരച്ചിൽ വീണ്ടും പുനരാരംഭിക്കാനും അർജുനെ കണ്ടെത്താനും ഒരു ജനസമൂഹം ഒന്നടങ്കം പരിശ്രമം നടത്തിയിരുന്നു. ഒടുവിൽ സെപ്റ്റംബർ 25-ന് അർജുന്റെ ലോറിയും മൃതദേഹവും പുഴയിൽ നിന്ന് ലഭിച്ചു. കരയിൽ നിന്ന് 60 മീറ്ററോളം അകലെ പുഴയുടെ ജലനിരപ്പിൽ നിന്ന് 12 മീറ്റർ ആഴത്തിലായിരുന്നു ലോറിയുടെ ക്യാബിനിൽ തന്നെ കുടുങ്ങിക്കിടന്ന നിലയിലായിരുന്നു മൃതദേഹം. മണ്ണിടിച്ചിലുണ്ടായി 8-ാം ദിവസം തന്നെ ലോറി പുഴയുടെ അടിത്തട്ടിലുണ്ട് എന്ന് നേവിയുടെ റഡാർ, സോണർ, സിഗ്നൽ പരിശോധനകളിലൂടെ സ്ഥിരീകരിച്ചിരുന്നു എങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. നേവി അടയാളപ്പെടുത്തി നൽകിയ 4 പോയിന്റുകളിൽ 2-ാം പോയിന്റിലാണ് ലോറി കണ്ടെത്തിയത്. ഒടുവിൽ സ്വപ്നങ്ങളുമായി ജൂലൈ 8-ന് കുടുംബാംഗങ്ങളോട് യാത്ര പറഞ്ഞ് വീടിന്റെ പടിയിറങ്ങിപ്പോയ അർജുൻ 82 രാപ്പകലുകൾക്കിപ്പുറം സെപ്റ്റംബർ 28-ന് വീട്ടുവളപ്പിൽ എരിഞ്ഞടങ്ങിയപ്പോൾ അനേകായിരങ്ങൾ വിട നൽകാൻ ഒഴുകി എത്തിയിരുന്നു. മഞ്ചേശ്വരം MLA AKM അഷ്റഫാണ് ഇപ്പോഴിതാ അർജുന്റെ ജീവിതം പുസ്തകമാക്കാൻ പോവുകയാണ്. മഞ്ചേശ്വരം MLA AK അഷ്റഫ് തന്നെയാണ് പുസ്തകം രചിക്കുന്നത്. അർജുന്റെ ജീവിതവും മണ്ണിടിച്ചിലിന് ശേഷമുള്ള 71 ദിവസത്തെ തിരച്ചിലും ഉൾക്കൊള്ളിച്ചതാണ് പുസ്തകം. പുസ്തകത്തിന്റെ 70% വർക്കുകളും പൂർത്തിയായെന്നും 3 മാസത്തിനുള്ളിൽ പുസ്തകം പുറത്തിറക്കുമെന്നും AKM അഷ്റഫ് പറയുകയാണ്. അർജുന്റെ കുടുംബം, കാർവാർ MLA സതീഷ് സെയിൽ, കർണാടക കളക്ടർ ഈശ്വർ മാൽപേ തുടങ്ങിയവരിൽ നിന്നെല്ലാം വിവരങ്ങൾ ശേഖരിച്ചാണ് പുസ്തകങ്ങൾ രചിക്കുന്നത്. മാത്രമല്ല, ഈശ്വർ മാൽപേ എന്ന ഈശ്വരൻ നമ്മൾ എല്ലാവരും കണ്ടതാണ്. അർജുൻ എന്ന വ്യക്തിയെ മറ്റ് സഹായങ്ങളൊന്നും ഇല്ലാതെ പുഴയ്ക്കടിയിലേക്ക് ചെന്നിറങ്ങി ആ ലോറി കണ്ടെത്തിയത് ഈശ്വർ മാൽപേയാണ്. ഈശ്വർ മാൽപേ എന്ന വ്യക്തിയുടെ വ്യക്തി ജീവിതമൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ്. എല്ലാവർക്കും വേണ്ടിയും ഇറങ്ങിത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം വളരെ ദുരന്തപൂർണ്ണമാണ് നമ്മൾ കണ്ടതാണ്. ഈശ്വർ മാൽപേ നമുക്ക് അങ്ങനെ ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. അർജുന്റെ മരണവുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകളും പുസ്തകത്തിൽ ഉണ്ടാകുമെന്ന് അഷ്റഫ് പറയുന്നു. അർജുനെ കണ്ടെത്താനായി തെരച്ചിൽ നടത്തുമ്പോൾ MLA AK അഷ്റഫും ശിരൂരിൽ ഉണ്ടായിരുന്നു. ആ അനുഭവമാണ് പുസ്തകം എഴുതാൻ പ്രചോദനമായത് എന്നും കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് രചന എന്നും അഷ്റഫ് പറയുന്നു. ഒലീവ് പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം
പുറത്തിറക്കുക. എന്തായാലും ആ പുസ്തകത്തിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില കാരണങ്ങളുണ്ട്. അർജുന്റെ മരണവുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ. ആ വെളിപ്പെടുത്തലുകൾ അറിയട്ടെ, നമുക്ക് കാണാം. മലയാളികൾ ഇന്നും ഒരു സഹോദരനെ പോലെ കാണുന്ന, പ്രാർത്ഥനകളിൽ എപ്പോഴും ഉൾപ്പെടുത്തുന്ന അർജുന്റെ ഭാര്യയ്ക്ക് ആ കാലങ്ങളിൽ തന്നെ ബാങ്കിൽ ഒരു ജോലി ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ വീട് അല്ലലില്ലാതെ കഴിഞ്ഞു പോവുകയാണെന്ന് വ്യക്തമാവുകയാണ്. കുഞ്ഞിനെ പഠന ചിലവുകളൊക്കെ തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞു പോകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എന്നാലും അർജുൻ ഇല്ലാത്ത വേദന ആ വീട്ടിൽ വലിയൊരു വിടവ് തന്നെയാണ്.